ഷാജു വി കാരാട്ട് 17 വർഷത്തോളമായിട്ട് തുടർച്ചയായിട്ട് തുഞ്ചൻ ഉത്സവത്തിൻ്റെ ചിത്രങ്ങൾ എടുക്കുന്ന ഫോട്ടോഗ്രാഫറാണ് ഷാജു വി കാരാട്ട്. മലയാള മനോരമയുടെ തിരൂർ ബ്യൂറോയിൽ കഴിഞ്ഞ 17 വർഷമായിട്ട് പ്രവർത്തിക്കുന്നു. സ്വദേശാഭിമാനി ഫോട്ടോഗ്രാഫി മാധ്യമ പുരസ്കാരമടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ള ശ്രീ ഷാജു വി കാരാട്ടിനെ സ്നേഹാർദ്രമായി ക്ഷണിക്കുന്നു. നമസ്കാരം. ഞാൻ ആദ്യമേ പറയട്ടെ, MT സാർ ഇവിടെ ഇല്ല എന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല ശരിക്കും. കാരണം MT സാർ ആ പൂമുഖത്തിരിക്കുന്ന ഒരു ദിവസം വെറുതെ തുഞ്ചൻ ഉത്സവത്തിൽ ഇങ്ങനെ വൃന്ദ പരിപാടി നടക്കുന്നത്, മൂപ്പര് MT സാർ ഇരിക്കുമ്പോൾ പല ഭാവങ്ങളാണ് MT സാർക്ക്. ചിലപ്പോൾ കൈകൊണ്ടുള്ള ആക്ഷൻസ്. അപ്പം ഞാൻ ഒരിക്കൽ പോലും MT സാർ ഒരു പോസിങ് ചെയ്യിക്കാൻ ഒരിക്കൽ പോലും നമുക്ക് പറ്റാത്ത ഒരു മനുഷ്യനാണ് മൂപ്പര്. അതുകൊണ്ട് തന്നെ മൂപ്പര് അവിടെ ഇരിക്കുന്ന ഒരു പടം, മൂപ്പര് കണ്ണട ഇടയിലൂടെ നോക്കുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് ഒരു ടെലി ലെൻസ് ഇട്ടിട്ട് എനിക്ക് ആ പൂമുഖത്തിരിക്കുന്ന ഒരു പടം വളരെ മനോഹരമായി തോന്നിയപ്പോൾ ഞാൻ ജസ്റ്റ് ഭയങ്കര വൈഡ് ഫ്രെയിമിൽ ആ പൂമുഖവും മൂപ്പര് അവിടെ ഇരിക്കുന്നു. മൂപ്പര് MT സാറിൻ്റെ ഈ മുണ്ടിങ്ങനെ താഴേക്ക് ഇങ്ങനെ കിഴിഞ്ഞ് കിടപ്പുന്നുണ്ട്. ഞാനത് മാറ്റാനൊന്നിനും പോയില്ല. എനിക്കത് ഒരു പക്ഷേ അത് ബോറാണോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാനത് മനോഹരമായിട്ട് ആ പടം ഇങ്ങനെ പൂമുഖം വെച്ചൊരു ഫോട്ടോ എടുത്തു. അപ്പോൾ സാറ് ഇത് കണ്ടു. സാറ് ഇത് കണ്ടിട്ട് എന്നെ ഇങ്ങനെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ആ ഫോട്ടോ ഒന്ന് കാണിക്കുക. ഞാൻ ആ ഫോട്ടോ കാണിച്ചു. നന്നായിട്ടുണ്ട്. അതിൻ്റെ ലൈറ്റ് വൈകുന്നേരം നേരമായതുകൊണ്ട് ഒരു മൂപ്പരൊരു താടിക്ക് കൈ കൊടുത്ത് മൂപ്പര് വളരെ മനോഹരമായിട്ടാണ് ആ ഫോട്ടോയിൽ കമ്പോസ് ചെയ്യാൻ പറ്റിയത് എനിക്ക്. അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ അവിടെ വന്നിരുന്നപ്പോൾ ഞാൻ അങ്ങോട്ട് നോക്കുമ്പോൾ അതെനിക്ക് വല്ലാത്തൊരു ശൂന്യതയാണ് എനിക്ക് നൽകിയത്. കാരണം കഴിഞ്ഞ 17 വർഷമായിട്ട് ഞാൻ ഈ തുഞ്ചൻ പറമ്പിൻ്റെ ചുറ്റോടും എല്ലായിടത്തും നടക്കുന്നുണ്ട്. എന്താ പറയുക, അപ്പോൾ മൂപ്പരവിടെ ഇന്നില്ല. കഴിഞ്ഞ കൊല്ലം MT സാറ് ഉണ്ടോ, ഞങ്ങൾ ഈ തുഞ്ചനോത്സവം അല്ലെങ്കിൽ എന്തൊരു പരിപാടി ഇവിടെ വരുമ്പോഴും ഒന്നില്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ സംഘാടകരെ ആരെങ്കിലും കാണുമ്പോൾ ചോദിക്കും, ഈ തവണ ഉത്സവം വരികയാണ്. അപ്പോൾ ഞാൻ സ്വാഭാവികമായും ചോദിക്കും, MT സാറ് ഉണ്ടാവുമോ ചോദിക്കും. അപ്പോൾ പറയും MT സാറ് സാധ്യത കുറവാണ്, ചിലപ്പോൾ ജർമ്മനി പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ വിദേശത്തായിരിക്കും എന്ന് പറയുമ്പോൾ നമുക്കതൊരു എന്തോ ഒരു മൂപ്പരില്ലാത്തൊരു വിഷമം നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു. കാരണം മറ്റുള്ളവർ വലിയവരല്ലാത്തത് കൊണ്ടല്ല, MT സാർ ഉണ്ടാകുമ്പോൾ ആ പരിപാടിക്ക് ഉണ്ടാകുന്ന ഒരു പൂർണ്ണത വളരെ വലുതായിരുന്നു. ഒരു ഫോട്ടോഗ്രാഫർ എന്ന എനിക്ക് എപ്പോഴും, അതായത് ഇപ്പോൾ മുസ്തഫാക്ക പറഞ്ഞ മാതിരി കുട്ടികളെ എഴുത്തിനിരുത്തുന്ന പരിപാടിയാണെങ്കിൽ ഒരുപാട് ചിത്രങ്ങളുണ്ട്. എഴുത്തിനിരുത്തുന്ന പടങ്ങൾ, കുട്ടികൾ ചിരിക്കുന്ന, ശരിക്കും പറഞ്ഞാൽ MT സാറ് ഒരു ചിരിക്കുന്ന പണം കിട്ടണമെങ്കിൽ ശരിക്കും നമുക്ക് ഈ കുട്ടികളായിട്ട് ഇടപഴകുമ്പോൾ ആ സമയത്താണ്. ഞാൻ കൂടുതൽ വാക്കുകൾ കൊണ്ടുപോകുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഞാൻ ഇവിടെ ഇരിക്കുന്നു, ഇവിടെ ഒരു പരിപാടി നടക്കുന്നു. ഇപ്പോൾ ഇവിടെ നിന്ന് നടക്കുന്ന പരിപാടി എല്ലാം അതിൻ്റെ ഉള്ളിലായിരുന്നു. ഇതേമാതിരി ജനവാല് തുറന്നിട്ടുണ്ട്. MT സാർ നടക്കാൻ വയ്യ. MT സാർ ഇങ്ങനെ നടന്ന് ഈ സ്ഥലങ്ങളിലെല്ലാം നടക്കുന്നതിൻ്റെ, ഇപ്പോൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ MT സാർ ഇതിലൂടെ നടന്നു പോകാത്ത ഒരു മണൽത്തരി പോലും ശരിക്കും തുഞ്ചൻ പറമ്പിലുണ്ടാവില്ല. അപ്പോൾ MT സാറ് ചില സമയത്ത് വയ്യാതാകുമ്പോൾ MT സാറിൻ്റെ ആളുകളെ MT സാറെ കൂട്ടിയിട്ട് അങ്ങനെ വണ്ടിയിട്ട് അങ്ങോട്ട് വരാം. ഒരു ദിവസം MT സാറ് തുഞ്ചനോത്സവത്തിൻ്റെ വൈകുന്നേരത്തെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. MT സാർ അതിഥിയായിട്ട് ഇങ്ങനെ വരുന്നു, വണ്ടി അവിടെ നിർത്തുന്നു. അപ്പം ഞാനിവിടെ ഇങ്ങനെ ഇങ്ങനെ വേദിയിൽ പടെടുത്തുകൊണ്ടിരിക്കുന്നു. മൂപ്പരെന്ന് പറയാൻ എനിക്കറിയില്ല, MT സാറ് എനിക്ക് ഭയങ്കര. അപ്പോൾ MT സാർ ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ, ഈ ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുമ്പോൾ ഒരു ഗ്ലാസ് ഇങ്ങനെ തുറന്നിട്ടിട്ടുണ്ട്. ആ ഗ്ലാസിൻ്റെ ഉള്ളിലൂടെ ഒരു പുക ഇങ്ങനെ പോകുന്നുണ്ട്. എൻ്റെ ഒരു അപൂർവങ്ങളായ ഒരു ചിത്രമാണ്. ഒരു പക്ഷേ ഇതിനു മുന്നേ കിട്ടിയിരിക്കാം അത്തരം ചിത്രങ്ങളൊക്കെ. സന്തോഷമായിട്ട് പറഞ്ഞ മാതിരി ഒരു കാലഘട്ടത്തിൻ്റെ ഇപ്പുറത്തേക്ക് എനിക്ക് പകർത്തി. ഞാൻ 2006 മുതലാണ് ഇവിടെ കറങ്ങി തുടങ്ങിയത് ഇതിൽ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പുക ഇങ്ങനെ പോകുന്നുണ്ട്.
പുക ഇങ്ങനെ പോകുമ്പോൾ ഞാൻ ആ പുകയുടെ ചിത്രം എടുത്തു. അപ്പോൾ എനിക്കിങ്ങനെ തോന്നിയത് MT സാറാണോ വലിക്കുന്നത്. അന്ന് ഈ സ്മോക്കിംഗ് സെഞ്ചുറി സ്ഥലത്ത് ഭയങ്കരമായിട്ട് നിൽക്കുന്നൊരു സമയമാണ്. അപ്പോൾ ആ സമയത്ത് എനിക്ക് ഈ ഇങ്ങനൊരു പടം എടുത്ത് പുറത്ത് വിട്ടാൽ അതൊരു വലിയൊരു പ്രശ്നമാവില്ലേ എന്നുള്ളൊരു പേടിയും എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇപ്പുറത്ത് കൂടെ ചെന്ന്, അപ്പോൾ ഞാനിത് ഇനി ആ പടം കിട്ടണം, എനിക്ക് ആ പടം കിട്ടിയേ പറ്റും, മുമ്പ് വലിക്കുകയാണെങ്കിൽ കിട്ടിയേ പറ്റൂ എന്നുള്ള വാശിയിൽ ഞാൻ ഇപ്പുറത്ത് കൂടെ ചെന്നു. അപ്പോൾ ഈ പുക പോകാനുള്ള ഒരു പ്രധാന കാരണം എന്താ വെച്ചാൽ അവിടെ ഒരു മഴയുടെ ഫീലുണ്ട്, വൈകുന്നേരത്തെ ഒരു മഴയുടെ ഫീലിലാണ് ഈ പുക പോകുന്നത്. ആ പടം ഞാൻ എടുത്തു. ആളെനിക്ക് കാണില്ല, ആളെ കൈ ഈ ഡോറിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് MT സാർ. അപ്പോൾ ഞാൻ ഇപ്പുറത്ത് കൂടെ പോയി. അപ്പോൾ സന്തോഷമായിട്ട് പറഞ്ഞ മാതിരി എങ്ങനെയാണ് മൂപ്പര മൂഡ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാം, ചൂടാകാം, മൂപ്പര മൂഡിനനുസരിച്ച് നമുക്ക് പടം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയി, ഒരു അപൂർവ ചിത്രമാണല്ലോ, ഞാൻ ഒരു ഓപ്പണിംഗ് ആയതുകൊണ്ട് എനിക്കൊരു അപൂർവ ചിത്രം കിട്ടാണല്ലോ എന്നൊരു വാശിയിലാണ് മൂപ്പരെടുത്ത് ഞാൻ പോയിട്ട് മൂപ്പര് ഡോറ് തുറന്നു, എന്നെ കണ്ടതും ഒരുമിച്ചായിരുന്നു. അപ്പോൾ മൂപ്പര് ഇത് കണ്ട് പുറത്തേക്ക് ഇട്ടു. എന്നിട്ട് ചോദിച്ചിട്ട് മുഖത്തേക്ക് രൂക്ഷമായി നോക്കി, കിട്ടി ചോദിച്ചിട്ടുണ്ട്. ആ ഞാൻ കിട്ടി സാർ. ആ എന്നാ വെച്ചോ, പുറത്തു വിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നീട് അത് ഇവിടെ നിളയും മലയാളവും എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ചിത്ര പ്രദർശനത്തിൽ വെക്കുമ്പോൾ അത് സെലക്ട് ചെയ്യുമ്പോൾ എൻ്റെ റിപ്പോർട്ടർ പറഞ്ഞു, ഷാജു ഇത് വെച്ചാൽ ചിലപ്പോൾ മൂപ്പർക്ക് പറ്റിയില്ല എന്ന് വരും. അപ്പോൾ നിളയും മലയാളവും എന്നുള്ള ആ ഒരു പ്രദർശനം ഉദ്ഘാടനം ചെയ്യാൻ MT സാറിനേക്കാളും അപ്പുറം ഒരു യോഗ്യനായ മനുഷ്യനില്ല. അന്ന് ചന്ദ്രശേഖര കമ്പാറും കൂടിയാണ് അത് ഉദ്ഘാടനം ചെയ്തത്. അതിൽ നിളയുടെ ഒരു ഈ തുഞ്ചൻപറമ്പിൻ്റെ പടങ്ങളെക്കാളും അപ്പുറം എനിക്ക് നിള എന്താണ്, നിളയുടെ അവസ്ഥ എന്താണെന്നുള്ളതാണ് കാണിക്കേണ്ടത്. അപ്പോൾ അതിലൊരു 140ഓളം ചിത്രങ്ങൾ നിളയുടെ തന്നെ ഉണ്ട്. അപ്പോൾ ഒരു 20 ചിത്രങ്ങളെ ഞങ്ങൾ ഈ തുഞ്ചൻപറമ്പുമായി ബന്ധപ്പെട്ടുള്ള പടങ്ങൾ വെച്ചിട്ടുള്ളൂ. ബാക്കി 135 പടങ്ങളിൽ ഒരു 50 പടമാണ് ഈ നിളയുടെ ഏകദേശം എന്ന് പറയുന്നത് വെച്ചാൽ അതിൻ്റെ സൗന്ദര്യം, അതിൻ്റെ പുഴ ഒഴുകുന്ന വഴി, അതിൻ്റെ ഉത്സവങ്ങൾ എല്ലാം കമ്പോസ് ചെയ്തിട്ട് നമ്മൾ 50 പടങ്ങൾ വെച്ച്. ബാക്കിയുള്ളത് അതിൻ്റെ ഭീകരമായ ഒരു തകർച്ചയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ നിളയിൽ കുറ്റിപ്പുറം പാലത്തിനട പോകാൻ നിറച്ച് ലോറികൾ നിൽക്കുന്ന ഒരുപാട് ഫ്രെയിമുകൾ, ഒരുപാട്. അപ്പോൾ MT സാറ് ശരിക്കും പറഞ്ഞാൽ ഞാൻ MT സാറെ ഒരു സമയത്ത് ആ സമയത്ത് ഞാൻ വേദനിപ്പിച്ചോ എന്ന് ഫീൽ ചെയ്ത് സമയമുണ്ടായിട്ട് എനിക്ക്. കാരണം ഞാനിത് അങ്ങനെ MT സാർ ഇത് ഉദ്ഘാടനം ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് സന്തോഷമായി. MT സാർ നിള ഉദ്ഘാടനം ചെയ്തു. ഈ നിളയുടെ കഥാകാരന് വേണ്ടിയിട്ട് ഒരു നിളയുടെ ചിത്രം നമുക്ക് പ്രദർശിപ്പിക്കാൻ പറ്റുക എന്നാണ് വലിയ സന്തോഷം. മൂപ്പരനെ അത് ഉദ്ഘാടനം ചെയ്യുക എന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളത് ഇങ്ങനെ പോയി കണ്ട് സംസാരിച്ചു, അതിനെന്താ ചെയ്യാലോ എന്ന് പറഞ്ഞു. മൂപ്പരൊന്ന് ഉദ്ഘാടനം ചെയ്തു. ആദ്യത്തെ കുറച്ച് ചിത്രങ്ങൾ MT സാറിൻ്റെയും കുറച്ച് ചിത്രങ്ങൾ തുഞ്ചൻപറമ്പിനെ അങ്ങനെ കഴിഞ്ഞു പോയി. പിന്നീട് അതിൻ്റെ ഒരു സൗന്ദര്യം കണ്ടു മൂപ്പര്. അപ്പോൾ മൂപ്പര് എൻ്റെ കയ്യിൽ ഇവിടെ അങ്ങനെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മൂപ്പര് ഇമോഷൻസ്, വേദന, ഒരു നിളയുടെ ഒരു തകർച്ച മൂപ്പര് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി. എനിക്കിപ്പോൾ പോലും മൂപ്പര് പിടിച്ച ആ ഒരു വേദനയുടെ ഒരു വേദനയല്ല, ഒരു മൂപ്പരൊരു എന്താ പറയുക, ഭയങ്കര ഒരു ഇമോഷൻസ് എനിക്ക് വ്യക്തമായി എന്ന്. കാരണം എന്താ വെച്ചാൽ മൂപ്പര് ആ തകർച്ചയുടെ ഭാഗത്തെത്തിയപ്പോൾ മൂപ്പര് ഉദ്ദേശിക്കുന്ന, മൂപ്പര് ചിലപ്പോൾ കാറിലൂടെ പോകുമ്പോൾ MT സാറ് കാണുന്ന നിളയെ ആയിരിക്കില്ലല്ലോ. അങ്ങനെ ഒരു നിളയെ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ഫോട്ടോ ഇപ്പോൾ സന്തോഷേട്ടൻ പറഞ്ഞു ഞാൻ നിളയുടെ മുന്നിൽ കൊണ്ടുപോയി കുറേ ഫോട്ടോ ഇടാം, അങ്ങനെ കാണുന്ന നിളയായിരുന്നില്ല മൂപ്പര് കണ്ടിരുന്നത്. ആക്ച്വലി ഓൾറെഡി തകർന്ന് തരിപ്പണമായി അതിൻ്റെ ലാസ്റ്റ് കാണാൻ മൂപ്പര് നിന്നില്ല. അപ്പോൾ എൻ്റെ കൈ പിടിച്ച് പെട്ടെന്ന് പുറത്തേക്ക് പോയി. ഒപ്പം ഇവിടെയുള്ള ആളുകളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് വന്നിട്ട് മൂപ്പര് പത്രക്കാരോട് സംസാരിച്ചു. എനിക്കൊന്നും പറയാനില്ല, ഇതിൽ എല്ലാം ഉണ്ട് പറഞ്ഞു. അപ്പോൾ പ്രകൃതിക്ക് മനുഷ്യൻ ഇങ്ങനെ ചൂഷണം ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ചിത്രങ്ങളെന്ന് പറഞ്ഞത്. എനിക്ക് വലിയ അഭിനന്ദനമാണ് കിട്ടിയത്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിനന്ദനമാണ് MT സാർ എനിക്ക് തന്നത്. പക്ഷേ അതിനപ്പുറം MT സാർ പിന്നീട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. പിന്നീട് എനിക്കിങ്ങനെ തോന്നിയിട്ടുണ്ട്, ഇത് ഈ ചിത്രങ്ങൾ കണ്ടിട്ട് മൂപ്പർക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടോ എന്താന്നുള്ളത് ഇപ്പോഴും ഞാൻ ആലോചിച്ചിട്ട് എനിക്ക് പിടികിട്ടാത്തൊരു സംഭവം. തുഞ്ചൻപറമ്പിലെ ഉത്സവം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലും കേരളത്തിലും ഒരു ക്ലാസിക് ഇവൻ്റാണ്, ഒരു ക്ലാസിക് പരിപാടിയാണ്. ശരിക്കും ഒരു സ്റ്റാൻഡേർഡ്, അതിൻ്റെ ഒരു ക്വാളിറ്റി എല്ലാം മീറ്റ് ചെയ്യുന്നൊരു സംഭവമാണ് തുഞ്ചൻപറമ്പിലെ ഈ തുഞ്ചനുത്സവം. ആ തുഞ്ചനുത്സവത്തിലെ ഒരു ക്ലാസിക് ഫോട്ടോജനിക് മനുഷ്യനാണ് ശരിക്കും MT സാർ എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം ഞാൻ ഒരിക്കൽ പോലും മൂപ്പരെ, ഇപ്പോൾ മധുരേട്ടൻ പറഞ്ഞ ഒരു പേഴ്സണലായിട്ട് മൂപ്പര് ഏതൊക്കെയോ ലോകത്തായിരിക്കും ഇരിക്കുന്നുണ്ട്. മൂപ്പര് സ്റ്റേജിലിരിക്കുന്ന കൈകൊണ്ട് മുകളിലേക്ക് ആക്ഷൻ കാണിച്ചിട്ടും
നമുക്കൊരു പോസ്റ്റ് ചെയ്യിക്കാൻ, ഇപ്പോൾ മുസ്തഫ പോസ്റ്റ് ചെയ്യിച്ചോ എന്ന് എനിക്കറിയില്ല, ഒരുപാട് ചിത്രങ്ങൾ കാര്യങ്ങളാണ് മുസ്തഫ പറഞ്ഞത്. പക്ഷെ ഞാൻ വന്നതിന് ശേഷം എനിക്ക് പറ്റിയിട്ടില്ല അത്. എനിക്കതുകൊണ്ട് മൂപ്പരെടുത്തുന്ന ഒരു ചീത്തയോ ഒന്നുമില്ല. കാണുമ്പോൾ ഇങ്ങനെ പോകുമ്പോൾ ഒന്ന് പുഞ്ചിരിക്കും, കഴിഞ്ഞു. പക്ഷെ മൂപ്പര് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലാസിക് ഫോട്ടോജനിക് മനുഷ്യനാണ് എനിക്ക്. അതുകൊണ്ട് തന്നെ ഈ തുഞ്ചനുത്സവത്തിൽ ഇവിടെ വന്നത് സംസാരിക്കാൻ എനിക്ക് കിട്ടിയ ഈ ഭാഗ്യം വളരെ വലുതാണ്. 17 വർഷത്തെ കാലത്ത് ഒരുപാട് ചിത്രങ്ങൾ MT സാർ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ അതിൽ നിന്നെല്ലാം MT സാർ പോയ വേദന വളരെ വലുതാണ്. അത് നമുക്ക് അംഗീകരിക്കണമല്ലോ. പക്ഷേ എനിക്ക് ഇതിനൊരു അവസരം തന്ന ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് ഇതിനോടനുബന്ധിച്ച്. ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ ഈ 18 വർഷത്താളുടെ എക്സ്പീരിയൻസിൽ എനിക്ക് പറയാനുണ്ട്. പക്ഷേ ചുരുക്കുകയാണ് ഞാൻ, കാരണം പോകാൻ എല്ലാവർക്കും വഴുകി. അതുകൊണ്ട് തന്നെ ഇത്രയും ലെജൻഡറായ ഫോട്ടോഗ്രാഫേഴ്സാണ് ഇരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയനായ ഒരു മനുഷ്യനാണ് ഞാൻ, ഫോട്ടോഗ്രാഫറാണ് ഞാൻ. വലിയ ഫോട്ടോഗ്രാഫേഴ്സാണ് ഇരിക്കുന്നത്. അവരുടെ മുന്നിൽ ഇങ്ങനെ ഒരു ടോക്കിംഗ് നടത്താൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷം. ഒപ്പം തന്നെ ഈ സംഘാടകരോട് ഞാൻ നന്ദി പറയുകയാണ്. താങ്ക് യു.